റോൾസ് റോയ്സിന്റെ അഹങ്കാരം കെടുത്തിയ ഒരു ഇന്ത്യൻ രാജാവ്. രോമാഞ്ചം വരുന്ന കഥ. നിലവിലുള്ള ആഡംബര കാറുകളുടെ രാജാവായാണ് റോൾസ് റോയ്സ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. 1906 റോൾസ് റോയ്സ് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ടത്. ലോകം കീഴടക്കാൻ റോൾസ് റോയ്സിന് അധികകാലം വേണ്ടി വന്നില്ല. മുന്തിയ നിലവാരത്തിലും ഗുണമേന്മയിലും മറ്റു കാറുകളെ പിന്തള്ളിയ റോൾസ് റോയ്സ് ഇന്ന് ആഡംബരത്തിന്റെ പ്രതീകമായി മാറി. ആഡംബരം എന്ന വാക്കിനെ പൂർണ്ണതോതിൽ അനർത്ഥമാക്കുന്നത് റോൾസ് റോയ്സ് ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. പ്രൗഢഗംഭീരമായ പാരമ്പര്യത്തിന്റെയും മികവിന്റെയും പശ്ചാത്തലത്തിൽ പതിറ്റാണ്ടുകളായി ആഡംബരം എന്ന വാക്കിനെ തങ്ങളുടെ കുത്തകയെ നിലനിർത്താൻ റോൾസ് റോയ്സിന് സാധിച്ചു. റോൾസ് റോയ്സ് നിരയിൽ നിന്നും ഒരു കാറെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ശതകോടീശ്വരന്മാർ രാജ്യത്തെന്നല്ല ആഗോളതലത്തിൽ ഉണ്ടാകില്ല. സാധാരണക്കാർക്ക് കയ്യെത്താവുന്നതിലും മേലെയാണ് റോൾസ് റോയ്സ്. എന്നാൽ റോൾസ് റോയ്സ് ചരിത്രത്തിൽ രസകരമായ കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാർ വിൽക്കുന്ന കമ്പനിയുടെ അഹങ്കാരം തീർത്ത ഭാരതീയ മഹാരാജാവ് ജെയിംസ് സിംഗ് രാജാവിന്റെ കഥ. ബ്രിട്ടൻ സന്ദർശിക്കുന്നതിനിടെ ജെയിംസ് സിംഗ് മഹാരാജാവ് നേരിട്ട ദുരനുഭവത്തിന്റെ പകരം വീട്ടലിൽ അലിഞ്ഞില്ലാതായത് ഇതേ റോൾസ് റോയ്സ് ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അൽവാർ രാജവംശത്തിലെ ഒരു നാട്ടുരാജ്യം ഭരിച്ചിരുന്ന രാജാവായ ജെയിംസ് സിംഗ് ബ്രിട്ടൻ സന്ദർശിച്ചു. ഹോട്ടലിൽ നിന്നും സാധാരണ വസ്ത്രം ധരിച്ച് ലണ്ടനിലെ തെരുവിലൂടെ നടക്കുമ്പോഴാണ് റോൾസ് റോയ്സ് കമ്പനിയുടെ ഷോറൂം കാണാൻ ഇടവന്നത്. കൗതുകം തോന്നി അദ്ദേഹം അവിടെ കയറി അതിന്റെ വിവരങ്ങൾ അന്വേഷിച്ചു. എന്നാൽ ഷോറൂമിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് വളരെ ധിക്കാരപരമായ പെരുമാറ്റം. ഒരു സാധാരണ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അല്പം പോലും പരിഗണന കാട്ടാൻ അവർ കൂട്ടാക്കിയില്ല. എന്നാൽ അവിടെയുള്ള ഇംഗ്ലീഷുകാർ അദ്ദേഹത്തെ മറ്റൊരു ദരിദ്രനായ ഇന്ത്യൻ എന്ന് കരുതി അവഹേളിച്ചു. വെറും 5 പൗണ്ട് മാത്രമേ ഉള്ളൂ എന്നും ഇപ്പോൾ തന്നെ തന്നുവിട്ടാൽ തലയിൽ കൊണ്ടുപോകുമോ എന്നും ചോദിച്ച് വീണ്ടും വീണ്ടും അവഹേളിച്ചു. അവസാനം കടയിൽ നിന്ന് പുറത്തേക്ക് തള്ളി ഇറക്കുന്ന പോലുള്ള അവസ്ഥയായി. ഈ അപമാനം സഹിച്ച് അദ്ദേഹം തിരിച്ച് ഹോട്ടലിൽ വന്നു. നേരിട്ട അനുഭവത്തിന് മറുപടി കൊടുക്കുവാൻ രാജാവ് തീരുമാനിച്ചു. ശേഷം തന്റെ സഹായിയോട് പറഞ്ഞു, റോൾസ് റോയ്സ് ഷോറൂമിലേക്ക് ഉടൻ വിളിച്ചു പറയുക. അൽവാർ രാജവംശം നിങ്ങളുടെ കാറുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കാൻ ഉത്തരവ് നൽകിയെന്ന്. അദ്ദേഹം കുറച്ചു സമയത്തിന് അവിടേക്ക് പുറപ്പെട്ടു. എന്നാൽ അദ്ദേഹം ഇത്തവണ രാജകീയ രീതിയിലാണ് പോയത്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വാഹനം, അകമ്പടികൾ എന്നുവേണ്ട എല്ലാം തികഞ്ഞ രാജകീയ സന്ദർശനം. രാജാവ് ചെല്ലുന്നതിന് മുൻപ് തന്നെ ഷോറൂം ചുവന്ന പരവതാനി വിരിച്ചു. പടിവാതിൽ പരിചാരകർ എല്ലാവരുമുണ്ട്. രാജാവ് 6 കാറുകൾ വാങ്ങുകയും അത് നാട്ടിൽ എത്തിക്കുന്നതിന് ആവശ്യമായ പണവും നൽകി. തിരിച്ച് ഇന്ത്യയിലെത്തിയ ജെയിംസ് സിംഗ് ആദ്യം ചെയ്തത് കമ്പനിയുടെ 6 കാറുകൾ നേരെ നഗരവികസനത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന വിഭാഗത്തിൽ എത്തിക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഇനി മുതൽ ഈ കാറുകളിൽ മാലിന്യം കൊണ്ടുപോകുന്നതിനും നഗരം ക്ലീൻ ചെയ്യുന്നതിനും ഉപയോഗിക്കുക എന്നും ഉത്തരവിട്ടു. അന്നു മുതൽ റോൾസ് റോയ്സിൽ മാലിന്യം കൊണ്ടുപോകാൻ തുടങ്ങി. ഇത് വാർത്തയായി ലോകം മുഴുവൻ പടർന്നു. അമേരിക്കയിലും ബ്രിട്ടനിലും എന്നുവേണ്ട എവിടെ ഈ കാർ ഉപയോഗിക്കുന്നുവോ അത് കണ്ട് ജനങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഈ കാർ തന്നെയല്ലേ ഇന്ത്യയിൽ വേസ്റ്റ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത് എന്ന്. ലോകത്തിലെ വിലയെടുപ്പുള്ള കാർ മാലിന്യം കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നു എന്നതിനാൽ റോൾസ് റോയ്സ് കമ്പനിയുടെ മൂല്യം ഇടിഞ്ഞു. ലോകം മുഴുവൻ കാറിന്റെ വിൽപ്പന കുറഞ്ഞു. വൻ നഷ്ടം കമ്പനിക്കുണ്ടായി. കമ്പനി ഉടനെ രാജാവിന് ടെലിഗ്രാം അയച്ച് രാജാവിനുണ്ടായ മാനഹാനിക്ക് ക്ഷമ പറഞ്ഞു. ദയവ് ചെയ്ത് ഞങ്ങളുടെ കാർ ഇന്ത്യയിൽ വേസ്റ്റ് കൊണ്ടുപോകാൻ ഉപയോഗിക്കരുത് എന്ന് അപേക്ഷിച്ചു. രാജാവിന് സൗജന്യമായി 6 കാറും ഉടൻ അയക്കുന്നു എന്നും അറിയിച്ചു. റോൾസ് റോയ്സ് അവരുടെ തെറ്റ് തിരിച്ചറിഞ്ഞതുകൂടാതെ ക്ഷമയും ചോദിച്ചിരുന്നുവെന്ന് മനസ്സിലായപ്പോൾ രാജാവ് ഇപ്രകാരം ഉത്തരവിട്ടു, ഇനി മുതൽ റോൾസ് റോയ്സ് വേസ്റ്റ് കൊണ്ടുപോകാൻ ഉപയോഗിക്കേണ്ട. ഈ സംഭവത്തോടെ വാഹന ലോകത്തെ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന റോൾസ് റോയ്സ് പാഠം പഠിക്കുകയായിരുന്നു. തന്നെയുമല്ല, ഇംഗ്ലീഷുകാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലുള്ള അമിത ആത്മവിശ്വാസവും കുറഞ്ഞുവെന്ന് തന്നെ പറയാം.